നോബൽമാർക്കാരൻ കുറ്റവാളികളെ ആരെയും വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു. രാജ്യം ഞെട്ടിയ സ്ഫോടനമാണ് രാജ്യ തലസ്ഥാനത്ത് നടന്നത്. ഇപ്പോൾ 13 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരുടെയൊക്കെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയായോ? സുജയ, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഭീകരവാദം നടത്തിയ അല്ലെങ്കിൽ ഭീകരവാദത്തെ സംരക്ഷിച്ച ആരെയും വെറുതെ വിടില്ല എന്ന നിലപാട് ശക്തമായി തന്നെ അദ്ദേഹം ഇപ്പോൾ ഭൂട്ടാനിൽ പങ്കുവച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പ്രസംഗം പ്രതിപാദിച്ചു പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മൊത്തം 13 പേരുടെ മരണമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 7 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൽ 6 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നു. അവസാനം ഇപ്പോൾ 6ാമത്തെ മൃതദേഹം അല്പം മുമ്പാണ് ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന മൗലാന ആസാദ് മെഡിക്കൽ കോളേജിന്റെ മോർച്ചയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ 5 മൃതദേഹങ്ങൾ രാവിലെ 5 മണിക്ക് മുൻപ് തന്നെ കൈമാറിയിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ചറിയാനുള്ള ഇവിടെ, അതായത് ഞാൻ നിൽക്കുന്ന ഈ മൗലാന ആസാദ് മെഡിക്കൽ കോളേജിൽ മുഴുവൻ 8 മൃതദേഹങ്ങളാണ് ഉള്ളത്. ബാക്കി മൃതദേഹങ്ങൾ LNJP ആശുപത്രിയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ 8 എണ്ണത്തിൽ 7 എണ്ണം തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഇവിടെ തിരിച്ചറിയാനുള്ളത്. ആ മൃതദേഹത്തിന്റെ അവസ്ഥ അല്പം മോശമാണ്. പ്രത്യേകിച്ച് ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ ചിന്നിച്ചിതറിയ മൃതദേഹമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തിരിച്ചറിയാത്ര എളുപ്പമല്ല എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ DNA പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ LNJP ആശുപത്രിയിലുള്ള ബാക്കി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും അവരുടെ ബന്ധുക്കളെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൗലാന ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലേക്കും അതോടൊപ്പം തന്നെ LNJP ആശുപത്രിയിലേക്കും എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. കാരണം പലരും ഇന്നലെ വൈകുന്നേരം ഈ റെഡ് ഫോർട്ടിൽ, ചെങ്കോട്ടയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ കറങ്ങാനൊക്കെ പോകുന്നു എന്ന് അറിയിച്ച ആളുകളുണ്ട്. ചില ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. അവരൊക്കെ പലരും വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല എന്നൊരു വിവരം ബന്ധുക്കൾക്കും ഉണ്ട്. അതിന്റെ ഭാഗമായി ചില ആളുകൾക്ക് ഇവിടെ എത്തിക്കൊണ്ട് അവരുടെ ഉറ്റവരെ തേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരു വിവരം ലഭിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അവരൊക്കെ മടങ്ങി പലയിടങ്ങളിലായി പോയി പോലീസിലൊക്കെ പരാതി നൽകാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് മരണസംഖ്യയിൽ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിനോടകം തന്നെ രാവിലെ 9 ആയിരുന്നത് ഇപ്പോൾ 13ലേക്ക് ഉയർന്നിരിക്കുന്നു. ചില ആളുകളുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും LNJP ആശുപത്രി ഉള്ളത് എന്നാണ് അറിയാനും കഴിയുന്നത്. കാരണം വലിയ തരത്തിലുള്ള തീയാണ് ഇത്തരത്തിൽ ഈ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ ആ മേഖലയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പല ആൾക്കും ഗുരുതരമായി തന്നെ പൊള്ളൽ ഏറ്റിരുന്നു. അത് പലരും അപകടത്തിൽ ഇപ്പോഴും തരണം ചെയ്തിട്ടുള്ള അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പക്ഷേ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഇപ്പോഴും ഉദ്യോഗസ്ഥരും ഒപ്പം ആരോഗ്യ പ്രവർത്തകരും തള്ളിക്കളയുന്നില്ല എന്ന് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ തിരിച്ചറിയാനുള്ള മൃതദേഹങ്ങൾ ഇനിയിപ്പോൾ DNA പരിശോധന മാത്രമായി തിരിച്ചറിയാൻ കഴിയുക എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വരും മണിക്കൂറുകളിൽ എന്തായാലും പുറത്തേക്ക് ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ചികിത്സയിലുള്ളവർക്ക് പരമാവധി നല്ല ചികിത്സ നൽകി അവർ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്ന ഉദ്യോഗസ്ഥരും ഒപ്പം മറ്റ് ആരോഗ്യ പ്രവർത്തകരും മൗലാന ആശുപത്രിയും ഒപ്പം ഇത് LNJP ആശുപത്രിയിലേക്ക് മെഡിക്കൽ ടീം പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഈ പറഞ്ഞ ഗുരുതരാവസ്ഥ തുടരുന്നതുകൊണ്ട് തന്നെ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാനും കഴിയുന്നത്. എന്താണെങ്കിലും മൃതദേഹങ്ങൾ നമ്മൾ നിൽക്കുന്ന മൗലാന